അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത്താഴം. അത്താഴത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ അതിന്റെ പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തസഹറൂ ഫഇന്ന ഫിസ്സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. അത്താഴ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് രണ്ട് രൂപത്തിലുള്ള ബർക്കത്ത് കിട്ടുന്നുണ്ട്. ഒന്ന്, ശാരീരികമായി നമുക്ക് പോഷണം, നമ്മുടെ നോമ്പിന് ആരോഗ്യം നിലനിർത്താൻ ശാരീരികമായി നമുക്ക് ആ ഭക്ഷണത്തിലൂടെ ബർക്കത്ത് കിട്ടുന്നു. മറ്റൊന്ന്, ആ നേരം, ആ സമയം. അല്ലാഹു തആല യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയാ, നമ്മോടടുത്ത ആകാശത്തിലേക്ക് റബ്ബുൽ ആലമീൻ ഇറങ്ങി വരുന്ന സമയമാണത്. ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ തരാം, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ ഞാൻ പൊറുത്തു കൊടുക്കാം, ആരുണ്ട് എന്നോട് തൗബ സ്വീകരിക്കണേ അല്ലാ എന്ന് പറഞ്ഞ് തൗബ ചെയ്യാൻ ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം എന്ന് പറയുന്ന നേരമാണ്. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ വിചാരിക്കുമെന്ത്, അത്താഴം എന്ന് പറയുന്നത് വളരെ നേരത്തെ കഴിച്ചങ്ങ് കിടക്കാം. അത്താഴം ചിന്തിക്കലാ സുന്നത്ത്. അത്താഴം ചിന്തിക്കാം. നബിതങ്ങളുടെ അത്താഴ ഭക്ഷണത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയ്ക്ക് 50 ആയത്ത് ഓതുന്ന സമയം മാത്രമേ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും ചിന്തിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചത്. മാത്രമല്ല, ആ ഭക്ഷണം ബർക്കത്തുള്ള ഭക്ഷണമാണ്. ആ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാൻ വളരെയേറെ ഉത്സാഹം കാണിക്കേണ്ടുന്ന നേരമാകുന്നു. മറ്റവസരങ്ങളിലൊന്നും നമുക്ക് കിട്ടാത്തൊരു പ്രത്യേകമായ അവസരം. എല്ലാ ദിവസവും അല്ലാഹു തആല ഈ പ്രത്യേക ഓഫർ പറഞ്ഞിട്ടുണ്ട്. റമളാനിലാകുമ്പോൾ അതിന്റെ പുണ്യവും മഹത്വവും കൂടുകയാണ്. അതുകൊണ്ട് ആ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ ഒരു ഇറുക്ക് വെള്ളമെങ്കിലും, ഒരു കാരക്കയെങ്കിലും, അല്പം ഈത്തപ്പഴമെങ്കിലും ഭക്ഷിച്ചുകൊണ്ട് ആ സമയത്തിന്റെ ആ ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണം എന്നാണ്. നമ്മളും ക്രിസ്ത്യാനികളുടെയും മറ്റുള്ളവരുടെയും നോമ്പിന്റെ വ്യത്യാസം തന്നെ എന്താണ്? അവർ അത്താഴം കഴിക്കൂല. ഫസ്ലു മാ ബൈന ഖിയാമിനാ വ ഖിയാമി അഹ്ലിൽ കിതാബ് അക്കലത്തുസ് സഹർ. അത്താഴ ഭക്ഷണമാണ് നമ്മുടെയും വേദക്കാരുടെയും നോമ്പിന്റെ ഇടയ്ക്കുള്ള വ്യത്യാസം. അഹ്ലി കിതാബുകാർ അത്താഴം കഴിക്കൂല. നമ്മൾ അത്താഴം കഴിക്കാൻ ഒരു മടിയുള്ളൊരു അവസരമായി. ഇപ്പോ എന്താണെന്നറിയോ, രാത്രി ഇതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോ തന്നെ നേരം കുറയാവും. സുബഹിയാണെങ്കിൽ നേരത്തെയാണ്. അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ ഒരു അത്താഴത്തിന് നീക്കുക, അതൊരു ശരിയല്ല. എനിക്കതൊന്നും ആവശ്യമില്ലാന്നേ. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യമുള്ള മനുഷ്യനാ, അതുകൊണ്ട് ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങും. പിന്നെ സുബഹിക്ക് എഴുന്നേൽക്കാന്നല്ലാതെ അതിന്റെ ഇടയ്ക്ക് അത്താഴം കഴിക്കലൊന്നുമല്ല, പാടില്ല സഹോദരന്മാർ. മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കരുത്. ഇൻകേസ് നമ്മൾ ഉറങ്ങിപ്പോയി ഒരു ദിവസം അത്താഴം കിട്ടിയില്ലെങ്കിൽ നോമ്പിന് തകരാറൊന്നുമില്ല എന്നതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് വലിയൊരു പുണ്യമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അത്താഴം കഴിച്ചിരിക്കണം. കുറഞ്ഞ സമയമാണെങ്കിൽ ആ സമയത്ത് എഴുന്നേൽക്കൽ വലിയ പാടന്നെയാണ്, വലിയ പ്രയാസം തന്നെയാണ്. പക്ഷേ ആ പ്രയാസം സഹിക്കുന്നതും ഒരു ഇബാദത്ത്. അതിനും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യം. അതുകൊണ്ട് എത്ര വൈകി നിങ്ങൾ കടന്നാലും ഒന്ന് എഴുന്നേറ്റ് സുബഹിയുടെ മുമ്പ് ഒരു മുറുക്ക് വെള്ളോ അല്പം പാലോ അല്പം എന്തെങ്കിലും ഒന്ന് ആ സമയത്ത് നിങ്ങൾ കഴിക്കണം. താഴ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. ആ സമയവും ബറക്കത്തുള്ളതാണ്, അത്താഴ ഭക്ഷണത്തിലും ബറക്കത്തുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ശാരീരികമായും ആത്മീയമായും നമുക്കതുകൊണ്ട് ഔന്നത്യം നേടിയെടുക്കാൻ സാധിക്കുന്ന ഭക്ഷണവുമാണ്, നേരവുമാണ്. അതുകൊണ്ട് ആരും അത്താഴം ഒഴിവാക്കരുത്.